സനീഷന്മാരൊക്കെ ഓട്ടോ ഉണ്ടോ? വലിയ മസാല വേണ്ട, കുളിയുമില്ല നനയുമില്ല. വേണ്ടേ? ഹലോ ഗൈസ്, വെൽക്കം ടു യോലു. വളരെ ഇൻട്രസ്റ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്തെങ്കിലും പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫാമിലിനെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ് നമ്മളുടെ ഫസ്റ്റ് ഷോട്ട്. സെക്കൻഡ് ഷോട്ടിൽ അമ്മ, ഒന്നും പറയാനില്ല, പണി. പിന്നെ അമ്മമ്മ ചായ കുടിക്കാൻ വന്നു. അമൽദാസ് വളരെ ബിസി ആയിട്ടുള്ള കോളാണ്, കാരണം ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് പോകുന്ന തിരക്ക്. ഉപ്പുമാവായിരുന്നു സ്പെഷ്യൽ. റീത്തുമോളുടെ കുക്കിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ വളരെ സുന്ദരനും സുമുഖനുമായി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു ലോഡ് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോവാണ്. ഞാൻ പുറകെ പോകുന്നുണ്ട്, കാരണം എൻ്റെ വീഡിയോസിൽ ഏറ്റവും കുറവ് കിട്ടുന്ന ഒരാളാണ്. വീഡിയോ എടുക്കുന്നതിന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു, മുഖം മറിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അവരെന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്, എന്താ പറയുന്നതെന്ന് ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് ഏട്ടൻ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവും ഒരു ഗ്ലാസ് കാപ്പിയും കുടിച്ചു. അതിനുശേഷം എൻ്റെ യൂഷ്വൽ ക്ലീനിങ് പരിപാടിയൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, വെറുതെ എന്തിനാ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നതിന് കരുതി. അങ്ങനെ ഇടത്തെ അമ്മ ഒക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ബാൽക്കണിയിൽ പോയപ്പോൾ ഞാൻ കരുതി വെറുതെ എൻ്റെ ഹരിതാപം നിറഞ്ഞിട്ടുള്ള ബാൽക്കണി നിങ്ങൾ കാണിക്കാമെന്ന്. കിച്ചണിൽ ഇപ്പോഴത്തെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്ത് ഉണ്ടാക്കുമെന്നാണ്. അങ്ങനെ ഫൈനലി ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഏടത്തിയമ്മ ഒരു അടിപൊളി കുക്ക് ആയതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാനായി ഞങ്ങൾ ഓട്ടോ വിളിച്ച് മാടക്കര പോയി. ഏട്ടൻ ഉണ്ടെങ്കിൽ കാറ് പോയിരുന്നു, ഏട്ടനില്ലാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചല്ലേ പോകാൻ പറ്റും. അങ്ങനെ മാടക്കര ടൗണിൽ ഇറങ്ങി ഞങ്ങൾ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി. ചിക്കൻ വാങ്ങി, അരി വാങ്ങി. അതിനിടെ ബാലമാമനെ കണ്ടു കേട്ടോ. അതാണ് ഞാൻ ചെറിയൊരു ഷോട്ട് ബാലമാമൻ്റെ അടുത്ത്. ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തി കുക്കിംഗ് തുടങ്ങി. ഞാൻ വെറും ഹെൽപ്പർ മാത്രമാണ്, കാരണം ഏടത്തിയമ്മയ്ക്ക് അന്ന് വയ്യായിക ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഹെൽപ്പിങ്ങിന് കയറി, അല്ലെങ്കിൽ ആൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഹെൽപ്പിംഗ് ചെയ്തൊക്കെ വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഞാൻ താഴത്തെ നില അടിച്ചു വാരൽ തുടയ്ക്കൽ പരിപാടിയിലോട്ട് പോയി. കുറെ കടിച്ചു ഉറപ്പിക്കണ്ട എന്ന് കരുതി ഒരു കോർണറിൽ മാത്രം വീഡിയോ എടുത്തു കേട്ടോ. മേലെയും താഴെ അടിച്ചു വരുമ്പോഴേക്ക് ജിമ്മിൽ പോകുന്ന അവസ്ഥയാണ് ഇവിടെ, കാരണം വൈറ്റ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാടാം. അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴേക്ക് ബിരിയാണീൻ്റെ റൈസും മറ്റേ പൊരിച്ച ഉള്ളിയും എന്തൊക്കെയോ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അല്ലാണ്ട് എക്സ്ട്രാ കഴിക്കാൻ പൊരിച്ച ചിക്കനും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ സ്മെല്ല് കൊണ്ടിരിക്കുന്ന പൂച്ചേനെ കുറച്ചൊന്ന് നന്നായിട്ട് അങ്ങ് വീർപ്പിച്ചു. അങ്ങനെ പിന്നെ ഞാൻ കുളിക്കാനൊന്നും നിന്നില്ല. വിശന്ന് സ്മെല്ലൊക്കെ കണ്ടുകൊണ്ട് എന്നെ കൺട്രോൾ ചെയ്യും. 2:10 ഇനി ഞാൻ കുളിക്കാൻ പോയാൽ 3 മണി 3:30 ആവുന്നുള്ളതുകൊണ്ട് നേരെ പോയി ബിരിയാണി കഴിച്ചു കേട്ടോ. അമ്മൂമ്മയും ബിരിയാണി കഴിച്ചു. അങ്ങനെ ഞാനും. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഭയങ്കര ടയർഡാണ്, ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ ഷർട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും സാലഡും ചമ്മന്തിയും കൂട്ടി ഒരു പിടുത്തം പിടിച്ചു. അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. വീക്കെൻഡ് ദിവസങ്ങളിൽ അടുത്തൻ്റെ കാര്യം എന്താണ്, കിടന്നുറങ്ങുക. ചേട്ടൻ വന്നപ്പോൾ വാങ്ങിയ മറ്റേ റിയൽ ആപ്പിളിൻ്റെ റിച്ച് ഫ്രൂട്ടാണ്, അത് കുടിച്ച് നേരെ ഒരു മയക്കം വാങ്ങി. മയങ്ങിക്കഴിഞ്ഞ് പിന്നെ എണീക്കുന്നത് ഇങ്ങനെയാട്ടോ. എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി 5:30 എങ്ങാനും ആയിട്ടുണ്ട്, കാരണം വീക്കെൻഡ് ദിവസങ്ങളിൽ ഉറങ്ങിയാൽ എണീക്കേണ്ട കാര്യം ഞാൻ പൊതുവെ മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ. ആഹാ, ഇത് ഞാൻ തലയിൽ ചെമ്പരത്തിന്റെ പാക്ക്, ചെമ്പരത്തി അലോവേര പാക്കും പിന്നെ കുറച്ച് കാപ്പിപ്പൊടിയുടെ പാക്കും ഇട്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് വരുന്ന സമയത്ത് എന്താണ് ഇവിടെ കാണുന്നത്, ഡാഡി കൊലയിലിരിക്കുന്നു, ഫേസ് മറയ്ക്കുന്നു. അമ്മ സ്റ്റിൽ പണിയിലാണ്, ചെടി നനച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതിന് ശേഷം രണ്ടുപേരും കൂടെ മുകളിലത്തെ നിലയിൽ കയറിയിട്ടുണ്ട്. പിന്നെ രാത്രി വിളക്കൊക്കെ കത്തിച്ച് 8:30 ആയപ്പോഴാണ് എൻ്റെ ഏട്ടൻ ഈ വീട്ടിലോട്ട് കയറി വരുന്നത്. അങ്ങനെ അപ്പം തന്നെ ഞങ്ങൾക്ക് മാങ്ങ സോഡ കഴിക്കാനൊരു താല്പര്യം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ പോയി വാങ്ങി തിരിച്ചു വന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.